السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم. الله رب محمد صلى عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് 12ാമത്തെ രോഗമായ മുദാഹനത്ത്, വഴിവയ്പ്, വഴിഞ്ഞുകൊടുക്കുക, മയം കാണിക്കുക, ശിദ്ദത്തായി പെരുമാറേണ്ട സ്ഥലത്ത് മയം കാണിച്ച് പെരുമാറുക, തശദ്ദുദിൻ്റെ സമയത്ത് തശദ്ദുദ് വേണ്ട സ്ഥലത്ത്, യഥാർത്ഥത്തിൽ തശദ്ദുദല്ല തസല്ലുബാണ്, ആ സ്ഥലത്തും മയം കാണിച്ച് തഖ്ഫീഫ് നടത്തുക. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ദേഷ്യം വെച്ച് അതിനെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കാതെ മൗനം പാലിക്കുക, ഇതെല്ലാം മുദാഹനത്തിൻ്റെ ഭാഗമാണ്. മുദാഹനത്തിൻ്റെ ഭാഷാർത്ഥം മയം കാണിക്കുക. ജായിസല്ലാത്ത അല്ലെങ്കിൽ തെറ്റുകൾ കാണുമ്പോൾ അതിനെ വിലങ്ങാൻ കഴിവുണ്ടായിരിക്കെ വിലങ്ങാതിരിക്കുക. അതുപോലെ ദീനിയായ പ്രവർത്തനങ്ങളിൽ, ദീനിയായ മുആമലത്തിൽ സഹായിക്കാനും, അതുപോലെ ദീനിയായ പ്രവർത്തനങ്ങളിൽ, ദുനിയായ ഇടപാടുകളെല്ലാം സഹായിക്കുന്നതിന് ബലഹീനത കാണിച്ചുകൊണ്ട്, അതുപോലെ മനക്കരുത്ത് കുറവ് വെളിവാക്കിക്കൊണ്ട് ജീവിക്കുക, അത് മുദാഹനത്താണ്. ദുനിയവിയായ ഫായിദകൾക്ക് വേണ്ടിയിട്ട്, ദുനിയവിയായ നക്കാപ്പീച്ചക്ക് വേണ്ടിയിട്ട്, ദുനിയവിയായ സമാധാനവും അതുപോലെ ദുനിയവായ സമ്പത്തിന് വേണ്ടിയിട്ട് ദീനിയായ വിഷയത്തിൽ മയം കാണിക്കുക, മൗനം പാലിക്കുക, അതെല്ലാം മുദാഹനത്തിന്റെ ഭാഗമാണെന്ന് അബ്ദുൽ ഖനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഹദീഖത്തുൻ നദിയ 49ാമത്തെ സ്വഭാവം 2ാം വാല്യം 154ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖലം 9ാമത്തെ ആയത്തിൽ പറഞ്ഞു, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. അതായത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ മയം കാണിക്കുകയാണെങ്കിൽ അവരും മയം കാണിക്കണം എന്നാണ്. മുദാഹനത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് സൂറത്തുൽ ഖലം 9ാമത്തെ ആയത്തിൽ പറഞ്ഞു. മറ്റൊരു സ്ഥലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഅസ മാ കാനു യഫ്അലൂൻ. സൂറത്തുൽ മാഇദ 79ാമത്തെ ആയത്ത്. അതായത് അവർ ചീത്ത പ്രവർത്തനങ്ങൾ, വെറുക്കപ്പെടുന്ന സംഗതികൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പരസ്പരം വിരോധിക്കാതിരിക്കും അവർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലബിഅസ മാ കാനു യഫ്അലൂൻ, ഇത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. തെറ്റ് കാണുമ്പോൾ തെറ്റിനെ തൊട്ട് വിരോധിക്കാതിരിക്കുക എന്നുള്ള ഈ സ്വഭാവം അത് വളരെ മോശപ്പെട്ടതാണെന്ന് സൂറത്തുൽ മാഇദ 79ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിന്റെ ഈ ആയത്തുകളെ തഫ്സീറുകളിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ധാരാളം പറഞ്ഞത് നാം നോക്കേണ്ടതുണ്ട്. ഇവിടെ ചെറിയൊരു ഇഷാറത്ത് സദുൽ അഫാദിൽ ബർക്കത്തിന് വേണ്ടി സയ്യിദ് നഈമുദ്ദീൻ മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസാഇനുൽ ഇർഫാനിൽ പറഞ്ഞ ഒരു സംഭവം മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതായത് ബഹുമാനപ്പെട്ട സദുൽ അഫാദിൽ റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്ത് കാനൂല യതനാഹൂന അൻ മുൻകരീൻ, അതായത് മുൻകറായ കാര്യം, തെറ്റുകളെ തൊട്ട് വിരോധിക്കാതിരിക്കുക, അത് നമുക്ക് മനസ്സിലാക്കാം. തെറ്റുകൾ തൊട്ട് വിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമുള്ള നിർബന്ധമായ ഒരു കാര്യമാണ്. തെറ്റുകളെ വിലങ്ങാൻ കഴിവുണ്ടായിരിക്കെ അത് വിലങ്ങാതിരിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. തുർമുദിയിൽ ഒരു ഹദീസിൽ കാണാം, ബനു ഇസ്രായേൽക്കാർ തെറ്റുകളിൽ വ്യാപകമായപ്പോൾ അവരുടെ പുരോഹിതന്മാര്, അവരുടെ മൗലവികള്, അവിടുത്തെ ഉലമാ, ബനു ഇസ്രായേലിന്റെ പണ്ഡിതന്മാര് തുടക്കത്തിൽ അവരെ ആ വിഷയത്തെ തൊട്ട് വിലങ്ങി. അവരനുസരിക്കാത്തതിന്റെ പേരിൽ പിന്നീട് ഈ പുരോഹിതന്മാരും അവരെ കൂടിക്കൊണ്ട്
ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കൂടെ സഹവസിക്കുകയും അവരെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുക, പാനീയം കുടിക്കുക, അതുപോലെ അവരെ കൂടെ മുജാലസത്തും അതുപോലെ അവരോടുള്ള എല്ലാ മുവാലാത്തും മുആമലാത്തും എല്ലാം അവരെ കൂടെ ഉണ്ടാകുമ്പോൾ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഷറഫാക്കപ്പെട്ട നാവിലൂടെയും അതുപോലെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഷറഫാക്കപ്പെട്ട നാവിലൂടെയും അവരെ ലഅനത്ത് ആക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നാവിൽ ഇതാ ലഅനത്ത് ഇറക്കുകയാണ്. കാരണം ആദ്യം തെറ്റുകൾ വിലങ്ങി പിന്നീട് അവരെ കൂടെ തന്നെ കൂടി എന്നതിന്റെ പേരിൽ അല്ലാഹു തആല വലിയ ശിക്ഷയാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അവർക്ക് ലഅനത്ത് ചൊല്ലി എന്ന് തഫ്സീറുകളിലൊക്കെ കാണാം. ഏതായാലും മുദാഹനത്തിന്റെ ഉദാഹരണം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബു ഷഹാദാത്ത് ബാബുൽ ഖുർഅത്തി ഫിൽ മുഷ്കിലാത്ത് 2-ാം വാല്യം 208, അതായത് 2686-ാമത്തെ ഹദീസിൽ ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ഹുദൂദുല്ലാഹി, അല്ലാഹു നിശ്ചയിച്ച ഹദ്ദുകൾ, അല്ലാഹുവിന്റെ നിഅമങ്ങൾ, അതിൽ മുദാഹനത്ത് ചെയ്യുന്നവൻ, അതായത് ശർഇന് വിപരീതമുള്ള വസ്തു കണ്ടിട്ട് പോലും കൈവുണ്ടായിരിക്കെ അതിനെ തടയാതിരിക്കുക, വിലങ്ങാതിരിക്കുക. അതിൽ കൂടി ആളുകളുടെ ഉദാഹരണം ഏതുപോലെ എന്ന് പറഞ്ഞാല്, കുറച്ചാളുകൾ കപ്പലിൽ പോകാൻ വേണ്ടി ഇതാ നറുക്കിടുകയാണ്. അങ്ങനെ ചില ആളുകൾക്ക് മുകൾ ഭാഗത്തും മറ്റു ചിലർക്ക് താഴെ ഭാഗത്തും നറുക്ക് കിട്ടി. അങ്ങനെ മേലെ ഭാഗം നറുക്ക് കിട്ടിയവർ മേലെ ഭാഗം താമസിക്കുകയും താഴെ ഭാഗം നറുക്ക് കിട്ടിയവർ താഴെ ഭാഗം താമസിക്കാൻ തുടങ്ങി. എന്നാൽ താഴെ ഉള്ളവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി മുകളിലേക്ക് പോകേണ്ടി വരും. മുകളിൽ പോയ ശേഷമാണ് വെള്ളം കൊണ്ടുവരാൻ കഴിയുക. എന്നാൽ താഴെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു, കപ്പൽ കുറച്ച് ഓട്ടയാക്കിയാല് ആ കടലിൽ നിന്ന് വെള്ളം നമുക്ക് ലഭിക്കുമല്ലോ, അപ്പൊ പിന്നെ മുകളിലേക്ക് പോകണ്ട, നമുക്കും പ്രയാസം വേണ്ട, അവർക്കും പ്രയാസം വേണ്ട എന്ന നിലക്ക് ഒരാൾ ഇതാ കപ്പൽ ഓട്ടയാക്കാൻ പോവുകയാണ്. താഴെ ഭാഗം ഓട്ടയാക്കുമ്പോൾ മുകളിലുള്ള ഒരാൾ കണ്ടിട്ട് അദ്ദേഹത്തെ പിടിച്ചു വന്നു. മുകളിൽ നിന്നാള് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ, വെള്ളം ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത്. എന്നാൽ മുകളിലുള്ള ആളുകൾ ഇയാളെ കയ്യെ പിടിച്ചാൽ ഇയാളും രക്ഷപ്പെട്ടു, അവരും രക്ഷപ്പെട്ടു. അതേ സ്ഥാനത്ത് അയാളെ ഹാൽക്ക് വിട്ടുകഴിഞ്ഞാലോ ഇവരും നശിക്കും, അവരും നശിക്കും. ഇതാണ് ഉദാഹരണം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി 2-ാം വാല്യം 208-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇമാമുൽ ഹുദ അബുൽ ഇസ്ഹ സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ ഗാഫിലീൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ മുദാഹനത്തിന്റെ വിധി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മുദാഹനത്ത് എന്ന് പറയുന്നത് തെറ്റുകൾ കണ്ടുകൊണ്ട് കഴിവുണ്ടായിരിക്കെ അതിനെ തടയാതിരിക്കുക, വിലങ്ങാതിരിക്കുക. ചില ദുനിയവിയായ ഫായിദകൾക്ക് വേണ്ടി ദീനിയായ ഫായിദകളിൽ മയം കാണിക്കുക, മൗനം പാലിക്കുക, അള്ളാഹുവിന് വേണ്ടി ദേഷ്യം വെക്കാതിരിക്കുക. അൽ ബുഗ്ദു ഫില്ലാഹ്, അൽ ഹുബ്ബു ഫില്ലാഹി പരിപൂർണമാകണമെങ്കിൽ അൽ ബുഗ്ദു ഫില്ലാഹ് അത്യാവശ്യമാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം പരിപൂർണമാകണോ, അള്ളാഹുവിന് വേണ്ടി ദേഷ്യം വെക്കണം. അള്ളാഹുവിന് വേണ്ടി ദേഷ്യം വെക്കേണ്ട സ്ഥലത്ത് ദേഷ്യം വെച്ചിട്ടില്ലെങ്കിൽ മനിസ്തുഗ്ദിബ വലം യഗ്ളബ് ഫഹുവ ഹിമാറുൻ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിൽ അവൻ കത്തയാണ്, കൈതയാണ് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ അള്ളാഹുവിന് വേണ്ടി ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പിടിക്കണം. അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അതിന്റെ ഭാഗമാണ് വിദഅത്തുകാരോട് ദേഷ്യം വെക്കുക. ഫിസ്ഖിന്റെ അഹ്ലുകാരോട് ദേഷ്യം പിടിക്കേണ്ട വിധത്തിൽ ദേഷ്യം പിടിക്കേണ്ടി വരും. അതിലെല്ലാം മുദാഹനത്ത് നടത്തുക, മൗനം പാലിക്കുക, അതെല്ലാം മുദാഹനത്താണ്. മുദാഹനത്ത് ഹറാമാണ്, അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹദീഖത്തു നദിയ 49-ാമത്തെ ഖുലുഖ് സ്വഭാവം 2-ാം വാല്യം 155-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പാഠമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി
അവിടുത്തെ തംബീഹുൽ മുഹത്തറീൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ, അതുപോലെ ഒരുപാട് മഹാന്മാർ, ബഹുമാനപ്പെട്ട ഇമാം അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹിലിയത്തുൽ ഔലിയാ മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് 2-ാം വാല്യം 422, അതായത് 2823, അതായത് 2823 റഖമിൽ ബഹുമാനപ്പെട്ട അബൂ നുഐം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഒരു ചരിത്രം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു പറഞ്ഞ ഒരു ചരിത്രം. മാലിക് ബിൻ ദീനാർ എന്ന് പറഞ്ഞാൽ അതേ പേരിൽ 2 സ്വഹാബികളും ഒരു താബിആൻ ഉള്ളത് എന്ന് മിർആത്ത് ശറഹുൽ മിഷ്കാത്തിൽ കാണാം. എന്നാൽ മാലിക് ബിൻ ദീനാർ എന്ന് തസവുഫിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ സാധാരണ പറയാറുള്ളത് അത് താബിഇയായ പണ്ഡിതനായ മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാനെ സംബന്ധിച്ചാണ്. സയ്യിദുനാ മാലിക് ബിൻ ദീനാർ റഹിമഹുല്ല പറയുന്നു, ബനു ഇസ്രായേലിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് വലിയ സദസ്സുണ്ടാക്കും, ജനങ്ങളൊക്കെ അതിൽ ഒരുമിച്ച് കൂടും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന വലിയ ഒരു സദസ്സ്, ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സദസ്സ്. എന്നാൽ ആ ആള് ഒരു ദിവസം അതാ പണ്ഡിതന്റെ സ്വന്തം ഒരു മകൻ, ആ മകൻ ഇതാ ഒരു അന്യ സ്ത്രീ, ഒരു സൗന്ദര്യമുള്ള സ്ത്രീയിലേക്ക് ഇതാ നോക്കിക്കൊണ്ട് കണ്ണുകൊണ്ട് ഇഷാറത്താക്കി. ഇത് ഈ പണ്ഡിതനക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ആ പണ്ഡിതൻ തന്റെ മകൻ ചെയ്ത ഈ തെറ്റിനെ വിരോധിക്കാതെ വിലങ്ങാതെ മകനോട് പറഞ്ഞത്, നീ സബ്ർ ചെയ്തോ മോനെ. ഇത് പറഞ്ഞപ്പോൾ ഇതാ ആ പറയലോടുകൂടെ ഇതാ മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹ് പറയുന്നു, ആ പണ്ഡിതൻ ഇതാ തന്റെ മഞ്ച് ഇരിക്കുന്ന ആ സ്ഥലത്തിൽ നിന്ന് മുഖം കുത്തനെ വീഴുകയാണ്. എല്ലുകളെല്ലാം കഷ്ണമായി, ചിലതെല്ലാം എല്ലുകൾ പൊട്ടുകയും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഹംല് ഗർഭിണിയായിരുന്നു. ആ കുട്ടി ഇതാ വീഴുകയാണ്, ഹംല് സാഖിത്തായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ ഇതാ യുദ്ധത്തിൽ വധിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നുണ്ടായിരുന്ന ഒരു നബിക്ക് വഹി അറിയിച്ചു, ഇന്നാലിന്നൊരു പണ്ഡിതൻ അദ്ദേഹത്തിനോട് പറയണം, നിന്റെ നസ്ലിൽ സന്താന പരമ്പരയിൽ ഒരു സിദ്ദീഖ് ഞാൻ ജനിപ്പിക്കുകയില്ല, നിന്റെ സന്താനത്തിൽ ഒരു സിദ്ദീഖ് ജനിക്കുകയില്ല എന്ന് പറയണം. കാരണം എനിക്ക് വേണ്ടി ദേശം പിടിക്കേണ്ട സ്ഥലത്ത് ദേശം പിടിച്ചിട്ടില്ല. മകൻ തെറ്റ് ചെയ്യുമ്പോൾ മകനെ നീ സബ്ർ ചെയ്യ്, ക്ഷമിക്ക് എന്നാ പറഞ്ഞത്. മകനോട് തെറ്റിനെ തൊട്ട് വിരോധിക്കാത്തതിന്റെ പേരിൽ ആ സന്താനത്തിൽ ഒരു സിദ്ദീഖായ ഒരാളെ ഞാൻ ജനിപ്പിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ? മകനിക്ക് തെറ്റ് ചെയ്തത് കണ്ടിട്ട് പോലും അവന്റെ ഈ മോശ പ്രവർത്തനത്തിനെ കുറിച്ച് വിരോധിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു തആല സിദ്ദീഖ് എന്ന് പറയുന്ന, സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ഒരു ഖിസ്മാണ്, ഇനമാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ സിദ്ദീഖുകളാണല്ലോ. ആ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പോലത്തെ അല്ലെങ്കിൽ ഔലിയാക്കളിൽ സ്വാലിഹ്യങ്ങൾ, കാരണം ഈ തെറ്റ് കണ്ടിട്ടും മൗനം പാലിച്ചതിന്റെ പേരിൽ, മൗനം പാലിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റിനെ തൊട്ട് വിരോധിച്ചിട്ടില്ല, അതേ സ്ഥാനത്ത് തെറ്റിനിക്ക് പ്രോത്സാഹം നൽകുന്ന വിധത്തിൽ നീ ക്ഷമിച്ചോ മോനെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണ്ഡിതനിക്ക് ഈ വിധത്തിലുള്ള ആഫത്തുകൾ ഇറക്കുകയും അതോടുകൂടെ സന്താന പരമ്പരയിൽ സിദ്ദീഖ് ജനിക്കാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയെന്ന് ഹിലിയത്തുൽ ഔലിയാ 2-ാം വാല്യം 422 പേജിൽ കാണാം. ഇവിടെ നാം മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ദേശം പിടിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അസറ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഉണ്ടാകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് തെറ്റുകളും അങ്ങനെയാണല്ലോ. നമ്മുടെ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല മാഫാക്കി തരട്ടെ. നമ്മുടെ അഴിബുകളെല്ലാം അല്ലാഹു തആല മറച്ചു വെക്കട്ടെ ഇരുവീട്ടിലും. നമ്മുടെ സയ്യിആത്തെല്ലാം അല്ലാഹു തആല ഹസനാത്താക്കി തബ്ദീലാക്കട്ടെ. ഒരുപാട് ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട അല്ലാമ ജുർദാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ജവാഹിറുൽ ഉലൂയയിൽ പറഞ്ഞത് കാണാം, ചിലപ്പോൾ പിതാവ് തെറ്റ് ചെയ്തത് മക്കള് പകരം വീട്ടിയത് സംഭവങ്ങളൊക്കെ പറഞ്ഞ് കാണാം. കാരണം ചെറുപ്പകാലത്ത് വാപ്പ ചെയ്തിരുന്ന തെറ്റ് അത് തന്നെ പിന്നീട് മക്കള് പകരം വീട്ടി എന്ന് അല്ലാഹു തആല നമ്മുടെ സന്താന പരമ്പരയെ എല്ലാ നിലക്കും ഇഫത്തും സ്വലാഹ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ചെയ്തു പോയ തെറ്റുകൾക്ക് എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിനോട് ദോഷം മാഫ് ചോദിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ നമ്മുടെ സയ്യിആത്ത് എല്ലാം അല്ലാഹു തആല ഹസനാത്താക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ.
മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, അതുപോലെ കുടുംബമിത്രാദികൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിക്കും. സൽക്കർമ്മങ്ങൾ കാണുമ്പോൾ, തെറ്റ് കാണുമ്പോൾ അവർക്ക് വിഷമിക്കും. എത്രമാത്രം ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബഹറുദ്ദുമൂഇൽ പറഞ്ഞത് കാണാം. ഒരു നന്മ ചെയ്താല് 10 കൂലിയും, ഒരു തെറ്റ് ചെയ്താല് 1 തെറ്റ് തന്നെയാണ് ഉമ്മത്ത് മുഹമ്മദിയാക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട്, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ സയ്യിദുന ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവിടുത്തെ ബഹറുദ്ദുമൂഇൽ പറഞ്ഞത് കാണാം, ഒരു തെറ്റ് ചെയ്താൽ 1 തെറ്റ് തന്നെയാണ് ഉണ്ടാകുക, എന്നാൽ അതിന്റെ കൂടെ 10 നാശങ്ങൾ വരും. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളെ ശറഫാക്കപ്പെട്ട മനസ്സ് വേദനിക്കും. ഉമ്മത്ത് തെറ്റ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദന ഉണ്ടാകും, ദുഃഖമുണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് വേദനിപ്പിക്കരുത്. അതുകൊണ്ട് കഴിയുന്ന പരമാവധി തെറ്റുകളെ തൊട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദുഃഖമുണ്ടാകും. അപ്പൊ അതിനാൽ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, നമ്മുടെ തെറ്റുകൾ അവർക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കാതെ, നമ്മുടെ ദോഷങ്ങൾക്ക് അല്ലാഹു തആല മാഫാക്കി അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ സയ്യിആത്ത് അല്ലാഹു തആല ഹസനാത്താക്കി തബ്ദീലാക്കി അല്ലാഹു ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളുടെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല സന്തോഷങ്ങൾ വർദ്ധിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം പ്രകാശങ്ങൾ അല്ലാഹു ഇറക്കി കൊടുക്കട്ടെ. അപ്പൊ ഏതായാലും മുദാഹനത്ത് എന്ന് പറയുന്നത് സ്പിരിറ്റുള്ള സ്ഥലത്ത്, ശിദ്ദത്ത് കാണിക്കേണ്ട സ്ഥലത്ത് മയം കാണിക്കുക, അതായത് അൽ ബുഗ്ദു ഫില്ലാഹ് ഇല്ലാതിരിക്കുക, അതെല്ലാം മുദാഹനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മുദാഹനത്തിന്റെ ഒന്നാമത്തെ സബബ് വിവരക്കേടാണ്. മുദാഹനത്തിന്റെ സബബ് കാരണവും അതിനേക്കുള്ള ഇലാജ് ചികിത്സയുമാണ് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. മുദാഹനത്തുണ്ടാകാൻ കാരണം ഒന്നാമത്തത് ജഹാലത്ത്, ജഹിലാണ്. അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ, അതായത് നല്ലത് കൊണ്ട് കൽപ്പിക്കുക, ചീത്ത കൊണ്ട് വിരോധിക്കുക. അതിന്റെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങൾ അറിയാത്തതിന്റെ പേരിലാണ് പലർക്കും മുദാഹനത്ത് വന്നു പോവുക. തെറ്റ് കണ്ടിട്ട് അതിനെ തടയാൻ കഴിവുണ്ടായിരിക്കെ തടയാതിരിക്കുക എന്ന രോഗത്തിലേക്ക് കൂടുന്നത് ഈ വിവരക്കേടിന്റെ കാരണം കൊണ്ടിട്ടാണ്. അതിന് നാം എങ്ങനെ ചികിത്സ ചെയ്യേണ്ടത്? അടിമകളായ നമ്മൾ ആ രൂപങ്ങളെല്ലാം പഠിക്കണം. തെറ്റ് കാണുമ്പോൾ അതിനെ തടയാനുള്ള ഏതെല്ലാം മാർഗം നമ്മൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെല്ലാം പഠിപ്പിച്ചു? കഴിവുണ്ടായിരിക്കുമ്പോൾ ചിലപ്പോൾ കൈ കൊണ്ട്, ചിലപ്പോൾ നാവ് കൊണ്ട്, ചിലപ്പോൾ മനസ്സുകൊണ്ട് വെറുക്കുന്ന അങ്ങനെയുള്ള സംഗതികളെല്ലാം നമ്മൾ അതിന്റെ ക്രമപ്രകാരം അതിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറയേണ്ട സ്ഥലത്ത് പറയേണ്ടി വരും. അസ്സാക്കിത്തു അനിൽ ഹഖി ശൈത്താനുൻ അഖ്റസ്, ഹക്കിനെ തൊട്ട് മിണ്ടാതിരിക്കുന്നവൻ അവൻ പൊട്ടൻ ശൈത്താനാണെന്ന് മഹത്തുക്കൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. മുദാഹനത്ത് എന്ന് പറയുന്ന രോഗം, മയം കാണിക്കുക, തെറ്റ് കണ്ടിട്ടും കഴിവുണ്ടായിരിക്കെ വിലങ്ങാതിരിക്കുക, അത് മനസ്സിന്റെ വലിയ ഒരു രോഗമാണ്. മുദാഹനത്തിന് ഇഷ്ടപ്പെടുക അത് വലിയ ഒരു രോഗമാണ്. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു അടിമ, നമ്മൾ യഥാർത്ഥ അടിമകൾ ആകണമെങ്കിൽ അതിന്റെ എല്ലാ രൂപങ്ങളും പഠിച്ചുകൊണ്ട് തെറ്റ് കാണുമ്പോൾ അതിനെ വിലങ്ങാനുള്ള, അതിനെ തടയാനുള്ള സന്മനസ് കാണിച്ചുകൊണ്ട് നമ്മൾ ഇരുവീട്ടിലും വിജയികളാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ രണ്ടാമത്തത് മുദാഹനത്തിന്റെ കാരണം ഖറാബത്ത്, കുടുംബങ്ങളായതുകൊണ്ട്. അതായത് ഒരാള് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ കണ്ടു, ആ ചെയ്യുന്ന ആളാണെങ്കിലും അടുത്ത കുടുംബക്കാരനാണ്. അപ്പോൾ കഴിവുണ്ടായിരിക്കുക അവരെ തടയാതിരിക്കുക. കുടുംബങ്ങളാണെന്ന നിലക്ക്, നമ്മുടെ അടുത്ത ആളുകളാണെന്ന നിലക്ക് തെറ്റ് കണ്ടിട്ട് പറയാതിരിക്കുക, വിലങ്ങാതിരിക്കുക, അത് മുദാഹനത്തിന്റെ രോഗമാണ്, മനസ്സിന്റെ രോഗമാണ്. അതിന്റെ ചികിത്സ എങ്ങനെ? അടിമകളായ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉറപ്പിച്ചു വെക്കണം, പരിശുദ്ധമായിരിക്കുന്ന ശരീഅത്തുൽ ഇസ്ലാമിയ, എനിക്ക് ആ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കടമ ഉള്ളതാണ്. എനിക്ക് കടമയുണ്ട്, ശരീഅത്തനുസരിച്ച് ജീവിക്കണം. മാത്രമല്ല എന്റെ സ്വന്തം കാര്യം മാത്രമല്ല, കുടുംബങ്ങളെ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅസിയത്തിനെ തൊട്ട് എന്റെ സ്വന്തത്തെയും എന്റെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം. ഖു അൻഫുസകും വ അഹ്ലീകും നാറ, അതായത്
എന്റെ സ്വന്തം ശരീരത്തിനെയും എന്റെ കുടുംബമിത്രാദികളെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങളെ തൊട്ട് എനിക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് എനിക്ക് കുടുംബമിത്രാദികളോടും ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ഹുക്കൂക്കുകളുണ്ട്. വെറും ദുനിയവിയായ വസ്തുക്കൾ മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, വസ്ത്രങ്ങൾ മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, അവര് നരകത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്ന എല്ലാ വാക്കുകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും സ്വഭാവങ്ങളെ തൊട്ടും അവരെ പിടിച്ചു വെക്കേണ്ടതുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന ഉത്തരവാദിത്വവും എനിക്കുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. അതല്ലേ മുൻഗാമികളായ മുഅ്മിനത്തായ സ്ത്രീകൾ ഭർത്താവോ സഹോദരനോ അതല്ലെങ്കിൽ പിതാവോ സുബീക്ക് ജോലിക്ക് പോകുമ്പോൾ ആ പെമ്മക്കൾ പറയും, ഭാര്യ പറയും, ഉമ്മ പറയും, അതുപോലെ കുടുംബമിത്രാദികളിൽ മുഅ്മിനത്തായ സഹോദരിമാർ പറയും, ഭർത്താവേ, പിതാവേ, സഹോദര, നീ ജോലി ചെയ്യുമ്പോൾ നിനക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നീ അങ്ങനെ തന്നെ വന്നോ, പക്ഷേ ജോലി കിട്ടാത്തതിന്റെ പേരിൽ ഹറാമ് സമ്പാദിക്കരുത്, ഹറാമായ വസ്തുക്കളൊന്നും സമ്പാദിക്കരുത്. അങ്ങനെ സമ്പാദിക്കുന്ന സമയം നമുക്ക് വിശപ്പുമാണെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയും, നരകത്തിന്റെ തീയെ സഹിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുമായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ മുകാശഫത്തുൽ ഖുലൂബ് പോലത്തെ ഗ്രന്ഥങ്ങളിലും മറ്റു ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ആഖിർ സമാനില് ഇന്ന് പലരും എത്ര വലിയ സമ്പത്തിന്റെ ആൾക്കാര് ഇതാ വലിയ വിഷമത്തിലും പ്രയാസത്തിലാണ്. വീടുകളെ ചെലവുകളെല്ലാം നോക്കുമ്പോൾ ഇതാ അവരെ കൈവനുസരിച്ചല്ല, അതിനേക്കാളും അപ്പുറമാണ് ചെലവുകൾ. ഖനാഅത്ത് ഉള്ളതുകൊണ്ട് മതിയാക്കുക, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടുക, കുറഞ്ഞതിൽ അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്യുക, നിഅമത്ത് അള്ളാഹു തന്നതിലേക്ക് ശുക്ർ ചെയ്യുക. ഈ അസ്ബാഖ്, ഈ പുണ്യമേറിയ സബക്കുകളും ഈ പുണ്യമേറിയ ഉപദേശങ്ങൾ നമ്മുടെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതെല്ലാം ഉപേക്ഷിച്ചതിന്റെ പേരിൽ എല്ലാ ദിവസവും ഖനാഅത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ട് ധാരാളം വേണം ആഗ്രഹങ്ങൾ പലതും ആഗ്രഹത്തിന്റെ പേരിൽ ഇന്ന് ഇതാ വലിയ വലിയ സമ്പത്തിന്റെ ആളുകൾ കടങ്ങളിൽ മുങ്ങിക്കൊണ്ട് ഇതാ സ്ത്രീകളുടെയും കുടുംബമിത്രാദികളുടെയും അതിരിവ് കഴിഞ്ഞ ചെലവുകൾക്ക് വേണ്ടിയിട്ട് കടങ്ങൾ വാങ്ങിയിട്ടും ബാങ്ക് ഇടപാട് നടത്തിയിട്ടും അങ്ങനെ പല പ്രയാസത്തിലും വിഷമത്തിലാണ് ഇന്ന് സാധാരണയിൽ ജീവിക്കുന്നത്. മനസ്സിന് സമാധാനമില്ലാത്ത വിധത്തിലുള്ള ജീവിതമാണ്. മുമ്പെല്ലാം സ്നേഹത്തിൽ തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും ഭക്ഷണം വായിലിട്ട് കൊടുക്കുന്നത് പോലെ കൊടുത്തിരുന്ന പുരുഷന്മാര് ഇന്ന് എടങ്ങാറായിക്കൊണ്ട് നിർബന്ധിതരായി അവർക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന ശൈലിയിലാണ് ഇന്ന് പലരും. ദേശത്തിൽ ഭക്ഷണം ഇട്ടുകൊടുക്കുന്ന ശൈലിയിലാണ് ഇന്ന് പലരുടെയും മനസ്സുകളായി പോയത്. അല്ലാഹു തആല എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹറാമായ ഭക്ഷണം, ഹറാമായ സമ്പത്ത്, ഹറാമായ വസ്തുക്കളെ തൊട്ടൊക്കെ അള്ളാഹു തആല എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മുദാഹനത്ത് എന്ന് പറയുന്നത് കുടുംബമിത്രാദികളായതിന്റെ പേരിൽ ചിലപ്പോൾ ഈ മുദാഹനത്തിന്റെ രോഗം വരും. കുടുംബങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുകൾ കണ്ടാലും മൗനം പാലിക്കുക എന്ന ശൈലി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിലോ മറ്റോ തെറ്റുകൾ കാണുമ്പോൾ നമ്മളത് പറയുമ്പോൾ, നമ്മൾ തടയുമ്പോൾ അവർ അത് വിലങ്ങും എന്ന് കാണുമ്പോൾ നമ്മൾ നിർബന്ധമായി വിലങ്ങേണ്ടതുണ്ട്. ഇനി നമ്മൾ വിലങ്ങിയാലും അവര് ഉപേക്ഷിക്കുകയില്ല എന്ന് കണ്ടാലോ നമ്മളെ പണി നമ്മൾ ചെയ്യണം. വമാ അലൈന ഇല്ലൽ ബലാഗ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വെറുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ കുറ്റത്തിൽ നമ്മളും അതിൽ ശരീക്കാകും. ഞങ്ങൾ അത് അനുസരിച്ചതുപോലെ ആ കുറ്റത്തിൽ നമ്മളും ശരീക്കന്മാരായി പോകും. നമുക്കും അതിന്റെ കുറ്റം കിട്ടും. ഞങ്ങൾ പറയാത്തതില് അല്ലെങ്കിൽ ആ തെറ്റിൽ കൂടിയതിന്റെ പേരിൽ നമുക്കും അതിന്റെ ശിക്ഷ ഉണ്ടാകും. അത് ആഖിറത്തിൽ നമ്മയും പിടികൂടും എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നമ്മളെ കുടുംബങ്ങളോടോ മറ്റോ തെറ്റുകൾ കാണുമ്പോൾ മൗനം പാലിച്ചാൽ ഇതേ കുടുംബമായിരിക്കും ആഖിറത്തിൽ നമുക്ക് വേണ്ടി കേടായി പറയുക. നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, മക്കൾ എല്ലാവരും പറയും നമുക്ക് ഇയാളൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന്. അവിടെ വെച്ച് കേടായി പറയുമ്പോൾ അവിടെ വിരല് കടിക്കേണ്ട ഒരു അവസ്ഥ വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അതുപോലെ മുദാഹനത്തിന്റെ മൂന്നാമത്തെ കാരണമാണ് ദുനിയവിയായ ആവശ്യം. ദുനിയവിയായ നക്കാബീച്ചക്ക് വേണ്ടി, ദുനിയവിയായ റാഹത്തിന് വേണ്ടിയിട്ടാണ് അബദിയായിരിക്കുന്ന ഉഖ്റവിയായ ഉദ്ദേശങ്ങളെക്കാളും വലിയത് ദുനിയവിയായ ഉദ്ദേശത്തിനെ കാണും. അപ്പൊ അതുകൊണ്ട് ദുനിയവിയായ ആവശ്യത്തിന് വേണ്ടിയാണ് മുദാഹനത്ത് എന്ന രോഗം. അതായത് അടിമ ദുനിയവിയായ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരോട് തെറ്റുകളെ തൊട്ട് വിലങ്ങാറില്ല. അതിന് ചികിത്സ എങ്ങനെയാണ് വേണ്ടത്? അടിമകളായ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഈ ദുനിയവിയായ അഗ്റാദും മഖാസിദ് ഉഖ്റവിയായ അഗ്റാദ് മഖാസിദിനേക്കാളും കൂടുതൽ നമ്മൾ കാണുന്നത് അത് നാശത്തിനിക്ക് കാരണമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകുന്ന ഫാനിയായ ജീവിതമാണ്. ആഖിറം എന്ന് പറഞ്ഞാൽ അത് അബദിയായ സാക്ഷതമായി ഉണ്ടാകുന്ന ജീവിതമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ദുനിയാവിനേക്കാളും ആഖിറത്തിനെ തർജീഹ് ചെയ്തിരുന്ന മഹാന്മാർ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ദുനിയാവിനെ ആഖിറത്തിനേക്കാളും വലിയതായി കണ്ടാൽ അള്ളാഹുവിന്റെയും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുഗ്ള്, ഗളബ് സമ്പാദിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ കോപം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേശം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്തത്, പൊരുത്തപ്പെടാത്തതിന് വേണ്ടി അള്ളാഹുവിന്റെയും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതാ നരകത്തിലേക്ക് പോകാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് ആഖിറത്തിനെ ക്കാളും കൂടുതൽ ദുനിയാവിലേക്ക് നമ്മൾ തർജീഹ് ചെയ്താൽ, ദുനിയാവിലേക്ക് നമ്മൾ വലിയതായി കണ്ടാൽ നമ്മുടെ ആഖിബത്ത് മോശപ്പെടാനും അതൊരു കാരണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ദുനിയാവ് നശിച്ചു പോകുന്നു, ആഖിറം അബദിയാണ്. അതുകൊണ്ട് ഫാനിയായ ജീവിതത്തിനെ, നശിച്ചു പോകുന്ന ജീവിതത്തിനെ അബദിയായ ജീവിതത്തിനേക്കാളും കൂടുതൽ തർജീഹ് കാണാൻ പാടില്ല. അതൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ പ്രവർത്തനമല്ല, ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ സ്വഭാവമല്ല. കാരണം നമുക്ക് അറിയാമല്ലോ, ഒരാൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾക്ക് സാക്ഷതമായിരിക്കുന്ന ജീവിതമാണ് തിരഞ്ഞെടുക്കുക. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ എന്നലേക്ക് ദുനിയാവിനേക്കാളും വലിയത് ആഖിറത്തിനെയാണ് തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് അടിമകളായ നമ്മൾ ദുനിയാവിൽ മാത്രം ശുഗലായിക്കൊണ്ട് ആഖിറത്തിനെ മറക്കുന്ന വിധത്തിലാകാൻ പാടില്ല. ദുനിയാവിൽ എത്ര കാലം നമ്മൾ ഉണ്ടാകും അതനുസരിച്ച് ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കണം. അത്ര ദുനിയാവിൽ ജോലിയാകണം. എന്നാൽ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. ഇവിടെ ഒരുപാട് ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കേണ്ടതുണ്ട്. ആഖിറത്തിനേക്കാളും ദുനിയാവിനെ തിരഞ്ഞെടുക്കുക, ദുനിയാവിനെ തർജീഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശൈത്വാൻ, ഇബ്ലീസ്, മൽഊനിന്റെ വളരെ പ്രധാനപ്പെട്ട ആയുധമാണത്. ഇബ്ലീസ് മൽഊനിന്റെ വളരെ ഡേഞ്ചറായ ഒരു വഞ്ചനയാണത്. കാരണം ഈ വിധത്തിലുള്ള രോഗത്തിൽ ഇതാ ഇബ്ലീസ് മൽഊന് നമ്മളിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ആഖിറത്തിനേക്കാളും ദുനിയാവിനിക്ക് തർജീഹ്, ആഖിറത്തിനേക്കാളും ദുനിയാവിനെ തിരഞ്ഞെടുക്കുക എന്ന മനസ്സിന്റെ ആ വലിയ രോഗം, അതിന്റെ കാരണം കൊണ്ടാണ് മുദാഹനത്ത് എന്ന് പറയുന്ന രോഗവും വന്നുകൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ ചികിത്സ എങ്ങനെ? അടിമകളായ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഈ ഫാനിയായ ദുനിയാവിന് വേണ്ടി ഞാൻ ദോഷങ്ങളെ തടഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ തെറ്റുകളെ തൊട്ട് വിലങ്ങിയിട്ടില്ലെങ്കിൽ, കാരണം തെറ്റുകൾ തൊട്ട് വിലങ്ങിയാൽ എനിക്ക് ആഖിറത്തിൽ ഒരുപാട് പ്രതിഫലം ലഭിക്കപ്പെടുന്നുണ്ട്, അത് ഞാൻ ഇല്ലാതെയാക്കുകയാണ്. ദുനിയാവും ആഖിറത്തിന്റെ ഫായിദകൾ ഒരുപാടുണ്ട്, അതെല്ലാം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ദുനിയാവും ആഖിറവും രണ്ടിന്റെ ഉപകാരങ്ങളും നഷ്ടപ്പെടുന്ന വിധത്തിൽ ഞാൻ തെറ്റുകൾ തൊട്ട് വിലങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കത് വലിയൊരു നാശമായിരിക്കും. അതുകൊണ്ട് വെറും ദുനിയാവിൽ കുറച്ചു കാലം ചില നിമിഷങ്ങൾ മാത്രം ഫായദ കിട്ടുന്നത് മാത്രത്തിന് വേണ്ടി അബദിയ ജീവിതം നഷ്ടപ്പെടുത്തുക, അതിന്റെ റാഹത്തും അതിന്റെ പ്രതിഫലവും നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമാനിയുടെ പ്രവർത്തനമല്ല, സ്വഭാവമല്ല എന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ മുദാഹനത്തിനൊരു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ആഖിറത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തകൾ അല്ലാഹു നൽകട്ടെ. ദുനിയാവ് എന്ന് പറയുന്നത് അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന, ദുനിയാവ് വേണം, പക്ഷെ ആഖിറത്തിനെ മറക്കുന്ന വിധത്തിലാകരുത്. അതുകൊണ്ട് ആഖിറത്തിനെ
വേണ്ടിയിട്ട് ഒരുപാട് സമ്പാദിക്കേണ്ട സ്ഥലമാണ് ഈ ദുനിയാവ്. മുമ്പുള്ള ദിറാസയിൽ ഹുബ്ബു ദുനിയയിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവിനേക്കാളും ആഖിറത്തിനെ തിരഞ്ഞെടുത്ത് നമ്മൾ മുദാഹനത്ത് എന്ന രോഗം നമ്മുടെ മനസ്സിൽ വിരലെത്തിട്ട് എപ്പോഴും അള്ളാഹുവിനോട് കാവലിനെ തേടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ ഉലമാ, ഖുദമാ, അതുപോലെ ദുആ വസിയത്ത് ചെയ്തവർ, ശൈഖുന വി.കെ. ഉസ്താദ് അടക്കം, അതുപോലെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾ, ദുആ വസിയത്ത് ചെയ്തവർ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ദാറുൽ ഇഫ്താൽ അസ്ഹരിയ ITSSന്റെ എല്ലാത്തിന്റെയും ഖാദിമീങ്ങൾ, എല്ലാ അഹ്ലുസുന്നയുടെ മസാജിദ്, മദാരിസ്, മആഹിദിന്റെ ഖാദിമീങ്ങൾക്ക് അല്ലാഹു തആല ഖൈറ്, ലുത്ഫ്, ആഫിയത്ത്, ഇസ്തിഖാമത്ത്, സആദത്തുദ് ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.